ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള എൻ്റെയും മോളുടെ ഒരു കുഞ്ഞു റൊട്ടീനാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇന്ന് രാവിലെ പുട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ പുട്ടിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. തേങ്ങ ചിരകിയിട്ട് ഇതേപോലെ ഒരു ബോക്സിലാക്കി ഫ്രീസറിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാം. 1 വീക്ക് ഒക്കെ വരെ ഞാൻ ഇതുപോലെ ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ വെച്ചിട്ടില്ല. അതൊരു കുഴപ്പമില്ല കേട്ടോ. തേങ്ങയ്ക്ക് അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഈ ബിസി അമ്മമാർക്കൊക്കെ പറ്റിയ ഒരു ഓപ്ഷനാണ് കേട്ടോ. ഞാനിത് ഇങ്ങനെ അറിഞ്ഞ ശേഷം ഞാൻ ഇങ്ങനെ തന്നെ വെക്കാറ്. എനിക്ക് നല്ല യൂസ്ഫുള്ളാണ്. നമ്മൾ ഫുള്ളായിട്ട് ഈ ഒരു ബോക്സ് നിറച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് പെട്ടെന്നൊരു കറി വെക്കണം തോന്നി കഴിഞ്ഞാൽ തേങ്ങയില്ലല്ലോ പൊളിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടുള്ള ടെൻഷൻ വേണ്ട. ഇതുപോലെ ബോക്സിലാക്കി ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇന്ന് രാവിലെ പുട്ടായതുകൊണ്ട് തേങ്ങ മസ്റ്റാണല്ലോ. അപ്പോൾ പിന്നെ തേങ്ങ ചിരകി ഞങ്ങൾ ഫ്രീസറിൽ ഇങ്ങനെ വെച്ചു. അപ്പോൾ ഇന്ന് പുട്ടും മുതിരയാണ്. പുട്ടും മുതിര എന്ന് പറയുന്നത് ഒരു ഭയങ്കര കോംബോ ആണ്. ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷമാണ് പുട്ടും മുതിരയുടെ കോംബോ കഴിച്ചു തുടങ്ങിയത്. അതിന് മുന്നേ കടലയും പഴമൊക്കെയാണ് ഞങ്ങൾ ഉപയോഗിക്കാറുള്ളത്. പുട്ടും മുതിരയും കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഞാൻ കഴിച്ചു തുടങ്ങിയത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അപ്പയ്ക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആക്കിയിട്ട് ഞാനത് അവിടെ വെച്ചിട്ടുണ്ട്. പൊന്നൂസ് വിളിക്കുന്നത് കേട്ടിട്ട് ഇടയ്ക്ക് ഏട്ടനെ ഞാനും അപ്പാന്ന് വിളിക്കും. പൊന്നൂസിന് പനിയായിരുന്നു 2-3 ദിവസം. അതുകൊണ്ട് തന്നെ വീഡിയോ ശരിക്കും പിടിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇനി വേണം ശരിക്കും പിടിച്ചു തുടങ്ങാൻ. കുറച്ച് കായ കിട്ടിയായിരുന്നു. എന്തായാലും ആ കായ പഴുത്തു എന്ന് തോന്നണേ. മഞ്ഞ കളറൊക്കെ കാണുന്നുണ്ട്. നമുക്ക് തുറന്നു നോക്കി നോക്കാം. പഴുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ദിവസം തന്നെ അത് പഴുത്ത് കിട്ടി. അപ്പോൾ എനിക്ക് പുട്ടും പഴം കൂട്ടിയിട്ട് കഴിക്കാം. ഏട്ടന് വലിയ താല്പര്യമില്ല, പക്ഷേ എനിക്ക് കഴിക്കാം. എന്തായാലും അവർ എണീറ്റോ എന്ന് നോക്കാം. എന്തായാലും ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ എണീറ്റോ ഇല്ലയോ എന്ന് നോക്കാം. എണീറ്റിട്ടില്ലെങ്കിൽ ഞാൻ എണീപ്പിച്ചിട്ട് വരാം. കാരണം ഏട്ടന് ഓഫീസിൽ പോകണം. രാവിലെ നേരത്തെ വിളിച്ചാൽ പറയും കുറച്ച് നേരം കൂടി ഉറങ്ങാൻ സമ്മതിക്കില്ല എന്ന്. നേരം വൈകിട്ട് വിളിച്ചാൽ പറയും നീ എന്താ നേരത്തെ വിളിക്കാഞ്ഞ്. ഇങ്ങനെ തന്നെയാണ് നിങ്ങളുടെ ഭർത്താക്കന്മാരൊക്കെ. അത് ഏട്ടൻ എണീറ്റിട്ടുണ്ട് കേട്ടോ. ഏട്ടൻ ബാത്റൂമിൽ പോയിട്ട് പൊന്നൂസ് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മോൾ ഉറങ്ങിക്കോട്ടെ, നമുക്ക് പതുക്കെ പോവാം. അപ്പോൾ ബാക്കിയുള്ള ചായയുടെ കാര്യങ്ങളൊക്കെ നോക്കാം. വരുന്ന ടൈമിൽ ചായ വെച്ചാലാണ് ചൂട് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ തണുത്തു ആറി ഇതായി എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ചായ വെക്കുകയാണ്. അപ്പോഴേക്കും ഏട്ടൻ എണീറ്റ് പല്ല് തേക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഈ സാധനം ഉണ്ടല്ലോ, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് നമുക്ക് ഈ സ്ഥലമൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക്, വീട് വെച്ചിട്ട് സ്ഥലം ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ആണെങ്കിലേ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. കാരണം നമുക്ക് വേസ്റ്റ് ചവറുകളൊക്കെ നമുക്ക് ഇതിലിട്ട് കത്തിക്കാം. കടലാസ് അങ്ങനത്തെ ഐറ്റംസൊക്കെ കേട്ടോ. പ്ലാസ്റ്റിക് സാധനങ്ങൾ വാങ്ങാൻ നമ്മുടെ ചേച്ചിമാർ വരും, അവർക്ക് കൊടുത്താൽ മതി. ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഇതിലിട്ട് കത്തിക്കാം. അപ്പോൾ നമുക്ക് സ്ഥലമില്ല എന്നുള്ള പ്രശ്നം ഒഴിവായി കിട്ടും. അപ്പോൾ നിങ്ങളിത് അറിയാത്തവരുണ്ടെങ്കിൽ ഈ സാധനം, ഇതിൻ്റെ പേര് എനിക്ക് സത്യം പറയാച്ചാൽ അറിയില്ല. ഇതിന് മൂടിയൊക്കെ കിട്ടും കേട്ടോ. മൂടി കോൺക്രീറ്റിന് ഞാൻ വാങ്ങാത്തതാണ്. കാരണം അത് പൊന്തിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ തകിട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഇത് നമ്മൾ പുറത്തത്തെ വാതിലൊക്കെ തുറന്നു. പുറത്തത്തെ വ്യൂ നല്ല നേരം വെളുത്തു. നല്ല സൂര്യപ്രകാശം ഇങ്ങനെ കണ്ണിലേക്ക് അടിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ പൂക്കളും ചെടികളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഏട്ടനത് വെള്ളം നനച്ചോളും. അപ്പോഴേക്കും ഇതാ പൊന്നൂസിൻ്റെ വിളി വന്നിട്ടുണ്ട്. അമ്മ എന്ന് പറഞ്ഞിട്ട് പൊന്നൂസ് ഇപ്പോൾ വിളിക്കും. വിളിച്ചു. ഇനി ഇത് ഏട്ടന് ചായ കൊണ്ട് കൊടുത്തിട്ട് പൊന്നൂസിൻ്റെ അടുത്തേക്ക് പോട്ടെ. പൊന്നൂസ് എണീറ്റു. ഞങ്ങൾ പൊന്നൂസിനായിട്ട് താഴേക്ക് പോന്നു. ഇനി പൊന്നൂസിന് ചായ കൊടുക്കും. അതിന് മുന്നേ അവൾ പല്ലേപ്പും ബാത്റൂം പോക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനത് പിടിച്ചിട്ടില്ല. പൊന്നൂസിന് പുട്ട് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കി. അതിൻ്റെ ഇടയിൽ കൂടെ അപ്പം പോയി കേട്ടോ, ജോലിക്ക് പോയി. ഡാഡി വന്നു. ഡാഡി പാലായിട്ട് തിരിച്ചു പോകുമ്പോൾ പിണങ്ങിയിട്ടിരിക്കുകയാണ്, മോനെ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഡാഡി തിരിച്ച് വന്നിട്ട് വീണ്ടും പൊന്നൂസിനായിട്ടൊന്ന് റൗണ്ട് അടിച്ചിട്ട് പോന്നു. അപ്പോൾ ജോലിക്ക് പോകണമെന്ന് ഞാൻ ഇതിൽ എടുത്തിട്ടില്ല. കാരണം നമുക്ക് കുറച്ച് സമയം കൊണ്ട് മൊത്തത്തിലെല്ലാം ഒന്ന് പിടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഷോർട്ടാക്കിയിട്ടാണ് കേട്ടോ വീഡിയോകളൊക്കെ പിടിക്കുന്നത്. പിന്നെ അത് മുന്നേ നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ. അപ്പോൾ ഡാഡി പോയ ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചുവന്നുള്ളി സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു. ഉള്ളി സാമ്പാർ വെക്കാനുള്ള ഒരു പരിപാടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറേ നാളായി ഇത് കഴിച്ചിട്ട്. അപ്പോൾ ഇന്നൊരു ഉള്ളി സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ മോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിരിക്കുന്നുണ്ട്. പ്രത്യേക രീതിയിലൊക്കെ അവൾ തൊണ്ട് പൊളിച്ച് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ ചായ കൂടി കഴിഞ്ഞു എന്ന്. എൻ്റെ ചായ കൂടി അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കഴിയുന്നുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ പിടിച്ചിട്ടില്ല. അങ്ങനെ ചായ കൂടി കഴിഞ്ഞ പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ കഴുകി ഉള്ളി നന്നാക്കി കഴിഞ്ഞിട്ട് ആ പാത്രങ്ങളൊക്കെ കഴുകി. എന്നിട്ട് പൊന്നൂസ് പുറത്തേക്ക് വാതിൽ തുറന്നിട്ട് പോവുകയാണ്. ഇനി അവൾ അപ്പൂപ്പൻ താടിയൊക്കെ ആയിട്ട് അവളുടെ കളികളൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയം കൊണ്ട് എനിക്ക് കുക്ക് ചെയ്യണം. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും എടുത്ത് കൊടുക്കും ഞാൻ. അതായിട്ട് അവളിങ്ങനെ കളിച്ചിരുന്നോളും. അപ്പോൾ ഇത് അവളൊരു പോള വിറിപ്പിക്കുന്ന സാധനമുണ്ട്. അതെടുത്ത് കൊടുത്തിട്ട് കുറച്ച് നേരം അതായിട്ട് ഇങ്ങനെ കളിക്കുന്ന സമയം കൊണ്ടാണ് ഞാൻ എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ അമ്മ അതാ പോള എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പോള വിറിപ്പിച്ച് കളിച്ച് മതിയായപ്പോൾ അവൾക്ക് പോള മതി, വേറെ എന്തെങ്കിലും തായ അമ്മ, മോനെ കൂട്ടാനും ചോറും വെച്ച് കളിക്കാമെന്ന് പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ചോദിച്ചു. അപ്പോൾ ഞാനിതേ അവൾക്ക് എന്തൊക്കെയോ പൊടികളും ഇതൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. വേസ്റ്റ് പൊടികളാണ് കേട്ടോ, ആവശ്യമുള്ളതെല്ലാം തെറ്റിദ്ധരിക്കേണ്ട. അപ്പോൾ അതും കുറച്ച് ചെമ്പരത്തി അല്ലെങ്കിൽ ഇതൊക്കെ എടുത്തിട്ട് ഞാനിങ്ങനെ കളിക്കാൻ അവൾക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ അതായിട്ട് കുറച്ച് നേരം ഇരിക്കുന്ന സമയം കൊണ്ട് എൻ്റെ സാമ്പാർ കുക്കറിൽ കയറി. അങ്ങനെ ഞാനിങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ പതുക്കെ അടിച്ചു വാരി തുടക്കിയ കാര്യങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവളിങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ. അവളെ കൊണ്ട് വലിയ പ്രശ്നമില്ല. ചില സമയത്ത് അമ്മ മോൻ്റെ കൂടെ കളിക്കാൻ വാന്നൊക്കെ പറയും. അതിൻ്റെ അടുത്ത് കൂടെ ചോറ് വെച്ചു. കൂട്ടാനായി. ക്യാബേജ് ഉപ്പേരി ആയിട്ടുണ്ട്.
ക്യാബേജ് ഉപ്പേരി കുറച്ച് ക്യാബേജ് ഞാൻ ഓൾറെഡി മുന്നേ വെച്ചു, പിന്നെ ബാക്കിയുള്ള ക്യാബേജ് ഇന്ന് വെച്ചു. പിന്നെ ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ, അപ്പോൾ കുറച്ച് മതി. പിന്നെ രാത്രി ചിലപ്പോൾ ഏട്ടൻ കഴിക്കില്ല, അപ്പോൾ ഞാൻ കുറച്ച് വെച്ചുള്ളൂ. പിന്നെ പപ്പടം വറുത്തു. പൊന്നൂസ് അത് കഴിഞ്ഞപ്പോൾ ടി വി വെക്കണമെന്ന് പറഞ്ഞു. ഡോറാബുജി പിന്നെ എന്താ ബാലവീർന്നോ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, അതിരുന്ന് കാണും. അപ്പോഴേക്കും ഞാൻ അടുത്ത പണി പപ്പടം വറുക്കൽ. പിന്നെ ആപ്പിൾ വേണമെന്ന് പറഞ്ഞിട്ട് ആപ്പിൾ വാങ്ങി കടിച്ചു വിട്ട് ബാക്കി ഇവിടെ വെച്ചിട്ട് പോയി. പണികളെല്ലാം പകുതി തീർന്നപ്പോൾ ഞാനിത് മോളേനെ കുളിപ്പിക്കാൻ പോയി. അങ്ങനെ ഞങ്ങൾ കുളിച്ച ശേഷമാണ് ഫുഡ് കഴിക്കുക. അപ്പോൾ വരുമ്പോഴേക്കും കുളിയും ഫുഡൊക്കെ കഴിയും. അങ്ങനെ ക്യാബേജും അച്ചാറും പപ്പടവും സാമ്പാറും. ഞാൻ സാമ്പാറല്ല കേട്ടോ എടുത്തത്, ഇന്നലത്തെ കറി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അപ്പോൾ ആ കറി കൂട്ടിയിട്ട് ഞാൻ കഴിച്ചത്. അതൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും അപ്പം എത്തി. അങ്ങനെ അപ്പം വീട്ടിലെത്തി. അങ്ങനെ പിന്നെ അപ്പം വന്നിട്ട് അപ്പയ്ക്ക് ഫുഡ് കൊടുക്കലായിരുന്നു. അങ്ങനെ പൊന്നൂസ് അപ്പനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പ വാന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഏട്ടൻ്റെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഏട്ടൻ പോകാൻ നിൽക്കുന്ന സമയത്താണ് പിന്നെ അംഗം അപ്പേ മോനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളം. അങ്ങനെ അപ്പം എടുത്തിട്ട് മോനെ കുറേ നേരം ആശ്വസിപ്പിച്ച് ഒരു വിധത്തിൽ അങ്ങോട്ട് മയക്കി സെറ്റാക്കി. അപ്പോൾ വരുമ്പോൾ മറ്റു സാധനം കൊണ്ട് ഈ സാധനം കൊണ്ടാന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. അങ്ങനെ അപ്പയ്ക്ക് ടാറ്റ കൊടുത്തത് അപ്പം ജോലിക്ക് തിരിച്ച് ഉച്ചയൂണ് കഴിഞ്ഞിട്ട് പോവാണ്. അപ്പം ജോലിക്ക് പോകാൻ നിൽക്കുന്ന സമയമാണ്. ഇനി അപ്പം ജോലിക്ക് പോയ ശേഷം ഞങ്ങൾ കിടന്നുറങ്ങും. ഞാൻ ഉറങ്ങില്ല കേട്ടോ, പൊന്നൂസിനെ ഉറക്കിയാലാണ് എൻ്റെ ബാക്കി പണികൾ നടക്കുകയുള്ളൂ. അപ്പോൾ പൊന്നൂസിനെ ഞാൻ ഉറക്കാൻ പോവാണ്. പൊന്നൂസ് നല്ല ഉറക്കത്തിലേക്ക് മയങ്ങി പോവുകയാണ്. അങ്ങനെ പൊന്നൂസ് നല്ല ഉറക്കമായി. ഇനിയാണോ എൻ്റെ ബാക്കി പണികൾ ചെയ്യാൻ. ഇന്ന് 2 പഴം ഇരുന്നിരുന്നു, അപ്പോൾ അതുകൊണ്ട് പൊന്നൂസിന് പഴംപൊരി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. 2 പഴം കൊണ്ടുള്ള പഴംപൊരി കേട്ടോ. അപ്പോൾ ചായയും പഴംപൊരിയും പൊന്നൂസ് എനിക്ക് നമുക്ക് സെറ്റാക്കാം. അങ്ങനെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്, ചായയും റെഡി ആയിട്ടുണ്ട്. പൊന്നൂസ് ഇപ്പോൾ എനിക്കും. അങ്ങനെ പൊന്നൂസിനെ എണീറ്റ് മേലൊക്കെ കഴുകിയിട്ട് ചായയും പഴംപൊരിയും കൊടുത്തു. അവൾ പഴംപൊരി കാര്യമായിട്ട് കഴിച്ചില്ല, പക്ഷേ ചായ കുടിച്ചു. പാൽച്ചായ മതി എന്ന് പറഞ്ഞിട്ട് പാൽച്ചായ ഉണ്ടാക്കി, എന്നിട്ട് കട്ടൻ ചായ കുടിച്ചു, പാൽച്ചായയും കുടിച്ചു. പഴംപൊരി കാര്യമായിട്ട് തിന്നില്ല. ഈ കുട്ടികളുടെ ബാക്കിയുള്ളത് തിന്നിട്ടാന്ന് തോന്നുന്നു അമ്മമാരൊക്കെ തടി വെക്കണേ. ആണോ? നിങ്ങളെങ്ങനെയാണോ? ഞാൻ അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഗൈസ്. ഇനി പുതിയ വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും. ടാറ്റാ ബൈ.